ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പോൾ ഞാൻ റേഡിയോന്ന് ന്യൂസ് ആയിട്ടിരുന്നു കേട്ടോ. നമ്മളെ സിമ്മോടെ ഷോറൂം റൂമിൽ ഒരു പുതിയ കാർ വന്നിരിക്കണ്. ലംബോർഗിനി അവതാറിൻ്റെ കൺവേർട്ടബിൾ മോഡൽ. നല്ല എക്സ്പെൻസീവ് കാറാണ്. ആ കാർ അവിടെ ഉണ്ട് കേട്ടോ. 4 സെക്യൂരിറ്റി ഗാർഡ് അതിൻ്റെ ചുറ്റോരം നിൽക്കുന്നുണ്ട്. നമുക്കേ ഒന്ന് ചെന്ന് നോക്കാം. നല്ല കാറാട്ടോ. നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഡോ ആ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കാ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോറൂമാണ്. നിന്നോട് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞില്ലേ? അത് കുഴപ്പമില്ലാന്ന് എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ സാറേ, ഞാൻ എല്ലാ ദിവസവും അവിടെ വണ്ടി എടുത്തല്. നിന്ന് നിർത്തണ്ട. ഈ വണ്ടി വിറ്റ് പോയിട്ട് നീ നിർത്തിക്കോ. പറ്റൂലോ സാറേ. എന്താ സാറേ അങ്ങനെ? ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തില്ല. ഞാൻ അപ്പോൾ പോലീസിനെ വിളിച്ചു. ശരി, ഞാൻ കൊണ്ടുപോയി നിർത്താം. ആ സാറില്ലേ വെറുതെ പറയാം കേട്ടോ. നമ്മളെ കാർ ഇവിടെ നിർത്തിയിട്ട് പ്രശ്നമുണ്ടെന്ന്. നമുക്കില്ലേ ഈ കാർ എടുത്തുകൊണ്ട് പോവാം. പോവല്ല, നമുക്ക് ഇവിടെ നിർത്താം വണ്ടി. അപ്പം അല്ലേ, ഇത് അടിപൊളി കാറാട്ടോ. നമുക്ക് ഈ കാറ് വാങ്ങണം. നമുക്ക് സിമ്മിയനോട് ഒന്ന് ചോദിച്ചു നോക്കാം ഇതിന് എത്ര ഡോളേഴ്സാണ്. ഈ കാറില്ലേ കൺവേർട്ടബിൾ ആട്ടോ. അതൊരു അടിപൊളി കാറല്ലേ സാറേ? അതെന്തിനാ താനറിയണേ? പോയെ നിനക്കൊന്നും ഈ വണ്ടീൻ്റെ അടുത്ത് നിൽക്കാനുള്ള അവകാശമല്ല. അതെന്താ സാറേ അങ്ങനെ അറിയണേ? നിൻ്റെ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാവില്ലേ ഒരു പിച്ചക്കാരനാന്ന്? സാറേ എന്നാലും അത് വലിയ ശരിയായില്ല കേട്ടോ. എന്നോട് പറഞ്ഞ കാര്യം അത് ശരിയാവത്തെ. ഇവിടുന്ന് ഞങ്ങളെയും കൂടി നാണക്കേടാക്കാം. ഞാൻ പോവില്ല. ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. എന്നാൽ ഞാൻ പോവാം. ഞാൻ സിമ്മിയുടെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കട്ടെ. നീ ആരുടെ അടുത്തേക്കൊന്നും ചെന്നോ. ഈ വണ്ടിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നെ കാണാൻ പാടില്ല. സിമ്മോനെവിടെ? ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട് സിമ്മോനെ. ആ ലംബോർഗിനി അവതാർ കൺവേർട്ടബിൾ മോഡലിന് എത്ര ഡോളറാണ് സിമ്മോനെ? അതിന് $100 മില്യൺ ഉള്ളൂ. $100 മില്യൺ? അത് കുറച്ച് കൂടുതലല്ലേ? എൻ്റെ വീടിന് വരെ $50 മില്യൺ ഉള്ളൂ. എന്നിട്ട് ഈ കാറിന് $100 മില്യൺ? ഈ കാറില്ലേ നല്ല എക്സ്പെൻസീവാണ്. നിന്നെ കൊണ്ടൊന്നും ഇത് വാങ്ങാൻ കഴിയില്ല. നിനക്ക് കാണണോ ഞാൻ ഈ വണ്ടി വാങ്ങണത്? എനിക്കിതൊക്കെ സുഖമായി വാങ്ങാൻ പറ്റും. എന്താ അങ്ങനെ? നിനക്ക് ക്യാഷ് ഉണ്ടോ? ക്യാഷൊക്കെ ഉണ്ട്. നീ ഒന്ന് പോയിക്ക. വേറെ ബില്യണേഴ്സൊക്കെ വന്ന് വാങ്ങിക്കോളി വണ്ടി. നിനക്കൊന്നും ഈ വണ്ടി വാങ്ങാൻ അവകാശമല്ല. എന്നാലും സിമ്മോണേ, നമ്മൾ ഫ്രണ്ട്സ് അല്ലടാ. ഇത്തിരി ഡിസ്കൗണ്ടെങ്കിലും തരുമോ? ഡിസ്കൗണ്ട് തരാൻ കഴിയില്ല. ഇത്ര എക്സ്പെൻസീവ് കാരണമൊന്നും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. അങ്ങനത്തെ സിമ്മോനെ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? നീ ഒന്ന് പോയെ. കുറേ നേരം എൻ്റെ ഫ്രണ്ട്സ്. അവിടെ സിമ്മോനെ നീ നോക്കിക്കോ. ഞാൻ എന്തായാലും വന്നുകൊണ്ട് ഈ വണ്ടി വാങ്ങും. ഇന്ന് തന്നെ വാങ്ങും. എനിക്ക് നീ സമയം തന്നാൽ മതി. 8 മണിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് ഞാൻ ഇത് വാങ്ങും. എനിക്കൊന്ന് കാണണം. നിൻ്റെ അടുത്ത് പൈസ അല്ലല്ലോ, പിന്നെ നീ വെറുതെ അത് പറയണേ വണ്ടി വാങ്ങുന്നു. ഇതെനിക്ക് പറയാൻ പറ്റില്ലേ? ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ പോയി പൈസ സെറ്റാക്കി കൊണ്ടുവരാം. എന്നാ ഞാൻ പോവാട്ടോ സിമ്മോണേ. നീ നോക്കിക്കോ. ഞാൻ ഈ വണ്ടി ഇന്ന് തന്നെ വന്ന് വാങ്ങണേ. നീ ഒന്ന് പോയേ ഗായ്സ്. അപ്പോൾ നമ്മുടെ സിമ്മോണില്ലേ നമ്മളോട് പറഞ്ഞു നമ്മളടുത്ത് പൈസ ഇല്ലയെന്ന്. പക്ഷെ നമ്മളടുത്തില്ലേ ക്യാഷ് ഇല്ല. അത് സത്യമാണ്. എന്നാലും നമുക്ക് ക്യാഷ് ഒപ്പിക്കാൻ പറ്റുമല്ലോ. പക്ഷേ നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇപ്പം ഇവിടെ 4 മണി ആയിട്ടുള്ളൂ. നമുക്ക് ഇനി 3 മണിക്കൂർ സമയമുണ്ട് 8 മണിയാവാൻ. അതിൻ്റെ ഉള്ളിലാണ് പൈസ സെറ്റാക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് വീട്ടിലേക്ക് പോവാം. നമ്മുടെ ഷിൻചാനും മിഞ്ചാനും വീട്ടിൽ തന്നെ ഇല്ലേന്നാവും. ഷിൻചാനും മിഞ്ചാനും ഇല്ലേ എന്നോട് പറഞ്ഞിരുന്നു മറ്റേ അവൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. അവൻ്റെ വീട് പിന്നെ ഇന്ത്യയിലല്ലേ. അവന് എന്തായാലും പോയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ അല്ലേ. അവൻ്റെ അപ്പം പിഞ്ചാനും പോകുന്നുണ്ട്. അപ്പം ഞാൻ ആ വീട് ഒറ്റയ്ക്കാവും. അവന് ഒരാഴ്ച പോകണുള്ളൂ. അവനില്ലേ
പിന്നെ നമ്മളോട് പറഞ്ഞിരുന്നു വേഗം വീട്ടിലേക്ക് വരാൻ. കുറച്ചു നേരം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഫ്രാങ്ക്ലിനെ വേഗം വീട്ടിലേക്ക് വരാം. എന്തിനാണെന്നാവും, നമുക്കൊന്ന് ചെന്ന് നോക്കാം. നമുക്കേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അവരടിയിലുണ്ടാവും, ഷോപ്പിൻ്റെ അമ്മ കളിക്കുന്നുണ്ടാവും. ഷോപ്പേ, എടാ ഷോപ്പേ, എവിടെ ഷിൻചാനും പിഞ്ചാനും? അവർ വീടിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഉള്ളിലുണ്ടോ? ഞാൻ ചെന്ന് നോക്കട്ടെ. അവിടെ ഷിൻചാനേ പിഞ്ചാനേ, അവരെവിടെ? ചിലപ്പോൾ മുകളിലുണ്ടാവും കേട്ടോ, അടിയിലൊന്നും അവരെ കാണാനില്ല. അവിടെ ഷോപ്പേ അവരില്ലല്ലോ. അണ്ണ മേലെ ചെന്ന് നോക്കിയോ? മേലെ ചെന്ന് നോക്കിയിട്ടില്ലല്ലോ. ഞാൻ മേലെ ഒന്ന് ചെന്ന് നോക്കട്ടെ കേട്ടോ. മേലെ എന്തായാലും ഷിൻചാനും പിഞ്ചാനും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ആ നീ ചെന്ന് നോക്കിക്കോ. ഞാൻ ചെന്ന് നോക്കുക കേട്ടോ. എന്നാ ഇവിടെ ഒരു ഉണ്ടായാൽ മതിയായിരുന്നു. അവിടെ എന്തോ ഒരു ഡോറുണ്ടല്ലോ. ഈ ഡോറ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. നമ്മളിനി എന്താ ചെയ്യുക? അതൊന്നും നമ്മൾ ഷിൻചാനും പിഞ്ചാനും എവിടെ? അവിടെ എവിടെ? നമ്മൾ എന്താ ചെയ്യുക? അവരെ കാണാനില്ലല്ലോ. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, ചോപ്പ് പറയുന്നുണ്ട് അവരിവിടെ ഉണ്ടെന്ന്. അപ്പം നമ്മളെന്താ ചെയ്യുക? നമുക്കത് ഷിൻചാനൊന്ന് വിളിച്ചു നോക്കിയാലോ? ഷിൻചാനെ വിളിച്ചു നോക്കണോ? നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അവരെവിടെയെന്നൊന്നും അറിയണ്ടേ. നമുക്ക് അവിടെ ചെന്ന് വിളിച്ചു നോക്കാം. അല്ല ഷിൻചാനെ, നീ അവിടെ? അണ്ണന് വീടിൻ്റെ ഉള്ളിലൊരു ഡോറ് കാണാനുണ്ടോ? നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട്. ആ ഞാൻ ആ ഡോറിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ ഒരു റൂമുണ്ട്. റൂമോ? അതിൻ്റെ ബാക്കിൽ ബാൽക്കണിയാണല്ലോ അവിടെ ഷിൻചാനെ. എന്നാലും അവിടെ റൂമുണ്ട്. ഞാനിപ്പോൾ ആ റൂമിൽ പെട്ടുപോയിക്ക. വാതിൽ തുറക്കാൻ വയ്ക്കണില്ല. അപ്പം നമ്മളെന്താ ചെയ്യണ്ടെണ്ണ? ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ ബാക്കിൽ റൂമില്ലല്ലോ. അണ്ണാ, ഞങ്ങളില്ല ആ റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കറിയില്ല, ഒരു മാജിക്കാണ്. ഞങ്ങൾ ആ ഡോറിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങളൊരു റൂമിക്ക് ട്രാൻസ്പെറൻ്റ് ആയി. ഞങ്ങളിനി എന്താ ചെയ്യുക? ഞാനൊന്ന് നോക്കട്ടെ. ഇന്നാലേ ഷിൻചാനെ പിഞ്ചാനെ, ഞാൻ നിങ്ങളെ രക്ഷിക്കാട്ടോ. അണ്ണാ ഇവിടെ ഇല്ലേ കുറേ ക്യാഷ് ഉണ്ട് കേട്ടോ. $500 മില്യൺ ഉണ്ടാവും. $500 മില്യൺ? എന്നാൽ ഞാനില്ലേ എങ്ങനെയെങ്കിലും ആ ഡോറ് തുറന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നോക്കാം. ഞാനില്ലേ കൺസ്ട്രക്ഷൻ സൈറ്റിലത്തെ വർക്കേഴ്സിനെ വിളിച്ചുകൊണ്ട് ഈ ഡോറൊന്ന് തുറക്കാൻ നോക്കാം. ആ നോക്ക്, ഞങ്ങളില്ലേ എന്നാൽ ഫോൺ വെക്കുകയാണ്. നിങ്ങൾ പക്ഷേ അല്ലേ എപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്? ഞങ്ങൾ അണ്ണൻ സിമ്മയുടെ ഷോറൂമിലേക്ക് പോയപ്പോൾ കയറിയിരുന്നു. ഇന്നാ നിങ്ങളവിടെ നിന്നോ. ഞാനില്ലേ എങ്ങനെയെങ്കിലും ഈ ഡോറൊന്ന് തുറക്കാൻ നോക്കട്ടെ. അണ്ണ എങ്ങനെയെങ്കിലും ഇതൊന്ന് തുറക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പെട്ടുപോകും. ഞാനേ എന്നാൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ ഒന്ന് വിളിച്ചട്ടെ. ഞാനില്ലേ എന്നാൽ വർക്കേഴ്സിനെ വിളിക്കാട്ടോ. നീ വെക്ക്. നിങ്ങൾ കേട്ടോ ഗോയ്സ്, നമ്മൾ ഷിൻചാനും പിഞ്ചാനും ഇല്ലേ ഈ ഡോറിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കാണ്ടോ. നമുക്ക് ഇനി എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. നമുക്കേ രക്ഷിക്കണമെങ്കിൽ വർക്കേഴ്സിനെ വിളിക്കേണ്ടി വരും. എന്നാൽ നമ്മക്കല്ലേ വർക്കേഴ്സിനെ വിളിച്ചു നോക്കാം. അവരെങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരലൊന്നുമില്ല. വിളിക്കുമ്പോൾ വരും. പിന്നല്ലേ നമ്മളെ ഷിൻചാനും പിഞ്ചാനും പറഞ്ഞു ആ ഡോറിൻ്റെ ഉള്ളിൽ $500 മില്യൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വണ്ടി വാങ്ങാൻ പറ്റുമെന്നാണ് തോന്നണത്. എന്നാൽ നമ്മക്കില്ലേ ഇനി ആ വർക്കേഴ്സിനൊക്കെ വിളിച്ച് നോക്കാം. അവർ വരുമോയെന്നറിയില്ല. അവർ നമ്പറില്ലല്ലോ എൻ്റെ അടുത്ത്. നമ്മളെങ്ങനെ അവർ വിളിക്കുക? ഒരാളെ നമ്പറുണ്ട്. എന്താ നമുക്ക് വിളിക്കല്ലേ? എന്നാൽ ഞാനില്ലേ അവർക്കൊന്ന് വിളിച്ച് നോക്കട്ടെ. ചേട്ടന്മാരെ, എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാനിതാ വരുന്നേ. വേഗം വാവ്. അപ്പം ആ വർക്കർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നീ ഡോറ് തുറക്കും. ഡോറ് തുറക്കാൻ ക്യാഷ് വേണ്ടി വരും. എത്ര ഡോളേഴ്സാണ് വേണ്ടത്? $1 മില്യൺ വേണം. ഒരു ഡോറ് തുറക്കാൻ $1 മില്യൺ. $1 മില്യൺ തരില്ല. വേണമെങ്കിൽ
1,00,000 തരാം. ഒന്നും പറ്റില്ല, $1,000,000 തന്നെ വേണം. നമ്മുടെ അടുത്ത് $1,000,000 ഉണ്ടോ എനിക്കറിയില്ല. ഞാനില്ലേ ഇന്ന് ഒന്ന് നോക്കി നോക്കട്ടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാഷ് ഉണ്ടോയെന്ന്. ഞാൻ നോക്കട്ടെ കേട്ടോ എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടോയെന്ന്. നീ വേഗം നോക്ക്. ക്യാഷ് ഇല്ലാതെ ഞങ്ങൾ ഇത് തുറക്കൂല. എന്നാൽ ഞാൻ നോക്കട്ടെ. നമ്മളത് ക്യാഷ് ഇല്ലേ, നമുക്കൊന്ന് നോക്കാം. നമ്മളെ അടുത്ത് ക്യാഷ് ഉണ്ട്. നമ്മളടുത്ത് ഇപ്പോൾ എത്ര രൂപ ഉണ്ട്? $1,000,000 നമ്മളെ അടുത്ത് ഇപ്പം ഉണ്ട്. അതൊന്ന് കൊടുത്തേക്കാലേ, നമുക്ക് കൊടുക്കാം. $1,000,000 എന്നാ. നീ വേഗം ഡോറ് തുറക്കണമെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബും ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അല്ല ഡോറ് തുറക്കില്ല. പിന്നല്ലേ നമ്മളെ ഷിൻചാനും പിഞ്ചാനും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിക്കാണ്. വേഗം ഇയാൾ ഈ ഡോറ് തുറന്നാൽ മതിയായിരുന്നു. ഇനി എത്ര നേരം കാത്തിരിക്കേണ്ടി വരുന്നാവോ. ഡോറ് തുറക്കാൻ കുറേ സമയം പിടിക്കും. അയാളെ ഇന്നൊരു $1,000,000 ആണ് ചോദിച്ചതേ. 1,00,000 അല്ല, 1 കോടിയല്ല, $1,000,000. 1,00,000 ഞമ്മ കൊടുക്കായിരുന്നു. പക്ഷെ അത് 1,00,000 അല്ലല്ലോ. അയാൾ വേഗം തുറന്നാൽ മതിയായിരുന്നു. 2 മണിക്കൂറായിട്ടോ അയാൾ തുറന്നു. നമുക്കിങ്ങനെ ഈ റൂമില്ലേ അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ നമുക്ക് കയറി നോക്കാം. ഇവിടെ ഒന്നുമില്ലേ. അവിടെ ഒരു TV ഉണ്ട് കേട്ടോ. 2 വലിയ സ്പീക്കറുണ്ട്. ഒരു ഹോം തിയേറ്റർ സെറ്റപ്പാണ്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. കിച്ചണും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ പോലീസൊക്കെ നമ്മളെ പിടിക്കാൻ വരികയാണെങ്കിൽ ഇവിടെ വിളിച്ചിരുന്നാൽ മതി. അതൊക്കെ എന്താ അവിടെ ഷിൻചാനും പിഞ്ചാനും അവിടെ ഈ റൂമിലുണ്ടോ? ഇതെന്താ ഇവിടെ കുറേ ക്യാഷ് ഉണ്ടല്ലോ. അവിടെ ഷിൻചാനെ പിഞ്ചാനെ ഇതെന്താടാ, എത്ര ക്യാഷാണ് ഇവിടെ? നീ പറഞ്ഞില്ലേ ഇത് 500 മില്യൺ ഉണ്ടെന്ന്. ഇത് 500 ഒന്നല്ല, 1 ബില്യൺ ഉണ്ടാവും. $1,000,000,000. അണ്ണാ നമ്മൾ റിച്ചായാലോ. ഒറ്റയടിക്ക് നമുക്ക് $1 ബില്യൺ കിട്ടിയാലോ. ഷിൻചാനെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. നമുക്കില്ലേ ഇനി കുറച്ച് ക്യാഷ് എടുത്തങ്ങാണ്ട് സിമ്മോൻ്റെ ഷോറൂമൊക്കെ ഒന്ന് പോകണം. അവൻ്റെ അടുത്ത് ഒരു കാറുണ്ട്. അവൻ പറയാണ് നമ്മുടെ അടുത്ത് പൈസ അല്ലാന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ക്യാഷ് ഉണ്ട്. നമുക്ക് ഈ 100 മില്യൺ എടുത്തങ്ങാണ്ട് സിമ്മോൻ്റെ ഷോറൂമൊക്കെ പോവാം. ഇനി ദേഷ്യം വരുന്നുണ്ട്. അവൻ ആ കാറ് ഞാൻ മേടിക്കട്ടെ പറഞ്ഞപ്പോൾ തന്നെ എന്നെ കളിയാക്കുകയാണ്. നമുക്ക് എന്നാൽ സിമ്മോനൊന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ അടുത്ത് പൈസ ഉണ്ടോ അല്ലേന്ന്. $100 മില്യൺ ആ കാറിന്. നമ്മളെ വീടിന് $50 മില്യൺ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ, നല്ല എക്സ്പെൻസീവ് കാറല്ലേ. $100 മില്യൺ ഉണ്ടാവും. നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്കില്ലേ സിമ്മോൻ്റെ അടുത്ത് ഞാൻ ചെന്ന് നോക്കാം. സിമ്മോൻ അവിടെ അല്ലേ? അവിടെ ഉണ്ടാവും. നിന്നോട് ഞാൻ എത്ര ഇടം പറഞ്ഞു ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്ത്. ഈ ജോക്ക് ഞാൻ കുറേ നേരമായി എൻ്റെ അടുത്ത് ചോറിയാൻ വരുന്നു. ഇയാളെത്തിനാ പറ്റുക. നമുക്ക് ഞാൻ സിമ്മോൻ്റെ അടുത്ത് ചെന്ന് നോക്കടാ. സിമ്മോൺ അങ്ങോട്ട് നോക്കടാ ഞാൻ എന്താ കൊണ്ടുവന്നിക്കണേന്ന്. $100 മില്യൺ. $100 മില്യൺ നീ കൊള്ളാലോടാ. ഇത് $100 മില്യൺ ഉണ്ട്. എന്നാൽ ഞാൻ ആ വണ്ടി അങ്ങ് എടുക്കാട്ടോ. നീ ആ വണ്ടി എടുത്തോ. ഇന്നാളും ഫ്രാങ്ക്ലിന് സോറി കേട്ടോ ഞാൻ നിന്നെ കളിയാക്കിന്. അതൊന്നും പ്രശ്നമല്ല, എന്നെ കളിയാക്കാൻ തന്നാൽ മതി. എൻ്റെ അടുത്തേ $100 മില്യൺ അല്ല. എല്ലാവരും ക്യാഷ് എനിക്ക് തരാൻ പറ്റും. നമുക്കില്ലേ ഞാൻ വണ്ടി അടുത്ത് പോവാൻ. ഇനി അതിന് എവിടെ എടുക്കണേ? ഞാൻ ഈ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ വണ്ടി എടുത്തും കണ്ടില്ലേ പോവാണ്ടോ. ഈ വണ്ടി പിന്നെ ഒരു നൈസ് വണ്ടിയാട്ടോ. നല്ല സ്പീഡൊക്കെ ഉണ്ട്. എനിക്കില്ലേ ലംബോർഗിനി അവതാർ ഒരിക്കലും ഓടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ലംബോർഗിനി അവതാറിൻ്റെ ഈ കൺവേർട്ടബിൾ മോഡൽ ഓടിക്കണത്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് തുറന്നുകൊണ്ടേ കാര്യം ഇരിക്കുക. നമുക്ക് ഇനി
പോവാം. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ, ഒരു സെറ്റപ്പ് ഇൻറ്റീരിയറാണ്. അപ്പോൾ ഞമ്മക്കില്ലേ ഇന്നീ വണ്ടി എടുത്തുകൊണ്ട് പോവാം വീട്ടിലേക്ക്. അപ്പോൾ അതുള്ള ഈ വീഡിയോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.